അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, വളരെ വേദനയോടുകൂടെ അതോടുകൂടെ തന്നെ വളരെ പ്രയാസത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരു മഹാപണ്ഡിതനെ സംബന്ധിച്ച് കൊട്ടുകര ഉസ്താദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു മൊയ്ലിയാർ, അധികം വിവാദങ്ങളിലേക്കും ഒന്നും ഇറങ്ങാത്ത, പഴയ ആശയങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ ഇറപ്പാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തത് ആനത്തഹ്കീക്കും നിമിഷപ്രിയയും എന്ന ഒരു തമ്പരയിലെ ഒരു വീഡിയോ കാണാനിടയായി. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആരെപ്പറ്റിയാണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദിനെ സംബന്ധിച്ചാണ്. അദ്ദേഹം ആനത്തഹ്കീക്ക് എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ത് എന്നൊന്നും നോക്കാതെ, എന്തിന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു വരുത്തി എന്ന് ചോദിക്കുന്നവരോട്, അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു വരുത്തിയിട്ടില്ല. പത്രസമ്മേളനം എന്താണ് പോലും അറിയാത്ത കൊട്ടുകര ഉസ്താദെ, നിങ്ങൾ അദ്ദേഹത്തിനെ വിമർശിക്കാനായിട്ടില്ല. നിങ്ങളെന്നല്ല, നിങ്ങളെക്കാൾ മുതിർന്നവരെ കണ്ട് പഠിച്ച നിങ്ങളുടെ ഉസ്താദുമാരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദായ താജുൽ ഉലമ എന്ന എല്ലാവരും സമ്മതിക്കുന്ന ഷെയ്ഖുന സദഖത്തുൽ ഉസ്താദിൻ്റെ ഇഷ്ടശിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നൊന്നും അബദ്ധങ്ങൾ വരില്ല. അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും അദ്ദേഹം ഈ കൊടുത്ത ഫത്വകളും എന്നതുപോലെ തന്നെ പഴയ കാലത്ത് നുസ്രത്തുൽ അനാമിലും ഫത്താവയിലും ഒക്കെ എഴുതിയ ചോദ്യങ്ങളും അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി വിശദമാക്കാൻ വേണ്ടിയിട്ട് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് പലരും വന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ കന്നിമൂല എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ ഇപ്പോൾ മൂപ്പരൊരു അഭിമുഖം ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട്. പത്രസമ്മേളനം വിളിച്ചു വരുത്തല്ല ചെയ്തത്. കന്നിമൂല അവിടെ നിർത്തിപ്പിശാക്ഷി പറഞ്ഞ ഒരു വലിയൊരു ദൈവമുണ്ട് എന്നും, അപ്പം അതിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ ഈ ടോയ്ലറ്റ് പോലത്തേനൊന്നും കുറ്റിയടിക്കരുത് എന്ന് പറയുന്നത് എന്നും, അപ്പം അവിടെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം, അവിടെ തത്വശാസ്ത്രത്തിൽ ചില ആളുകൾ, ആശാരിമാർ, അവിടെ അവർ ദൈവമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അവിടെ ആ പേരിലുള്ള ഒരു പിശാച്ചാണെന്നുള്ള ആൾക്ക് ബിസ്മി ചൊല്ലിക്കാണ്ട് ആ പിശാച്ചിൻ്റെ ഈ നുറുന്തലയിലാണ് അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വളരെ സുന്ദരമായിട്ട് ഫത്വ കൊടുക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ഫത്വ കൊടുക്കാനും അതിനൊക്കെ നല്ല അറിവ് വേണം. ഈ വളരെ രസകരമായിട്ടാണ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് ഫത്വ കൊടുക്കൽ. സദഖത്തുൽ ഉസ്താദിനെ പോലെ തന്നെ ഈ എന്താണെന്ന് വെച്ചാൽ, പൊന്മള ഉസ്താദ് പറയലുണ്ട്, മുമ്പൊക്കെ മസലയിൽ സംശയം വന്നാൽ ചോദിക്കാൻ ചെല്ലൽ, അവസാനമായിട്ട് ചെല്ലൽ എന്താണ്, സദഖത്തുൽ ഉസ്താദിൻ്റെ അടുത്താണെന്ന് പറയലുണ്ട്. ആ താജുൽ ഉലമയും എന്ന് പറഞ്ഞിട്ടുള്ള പൊന്മള ഉസ്താദും താജുൽ ഉലമയും എന്ന് എഴുതി കൊടുത്താൽ ഇപ്പോഴും യൂട്യൂബിൽ അത് വരും. അങ്ങനെ എന്ത് ചെയ്തു, ഒരിക്കൽ ഒരു മസല ചോദിക്കാൻ ചെന്നത്ര. എന്താ മസല? മറ്റേ മരിച്ചോടത്ത് ഖുർആൻ അന്ന് തന്നെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി ഒരു മസല ചോദിക്കാൻ വേണ്ടിയിട്ട് അത് വൈലിത്തറ കുഞ്ഞി മുഹമ്മദ് മൗലവിൽ നിന്ന് കേട്ടപ്പം അത് ഉള്ളത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പലരോടും ചോദിച്ചപ്പോൾ അവസാനം ഈ താജുൽ ഉലമ സദഖത്തുൽ ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സദഖത്തുൽ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ വൈലിത്തറ പറയുന്നുണ്ടല്ലോ, അപ്പം മൂപ്പര് പറയുന്നതിൽ ആ ഒരു നക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ഉണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചപ്പം എന്ത് ചെയ്തു, നജീബ് ഉസ്താദിനെ വിളിച്ചു, നജീബെ ഇങ്ങോട്ട് അവിടെ പോയിട്ട് ഇന്ന സ്ഥലത്ത് അൾമറയിൽ ഇന്ന ഭാഗത്തുണ്ട്, ഇത്രാമത്തെ തട്ടിലാണ്ട് എടുത്തോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കി, അതെന്ത് ചെയ്തു, അത് അടിസ്ഥാനപരമായിട്ട് വായിച്ചു കൊടുത്തതും അങ്ങനെ എന്ത് ചെയ്തു, ഇത് നജീബ് ഉസ്താദ് കൊണ്ടേ കൊടുത്തത് ഈ വായിച്ചു കൊടുത്ത് ഇദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം എല്ലാത്തിലും തഹ്കീക്കുള്ള ആളാണ്. അന്നേ എന്താണ് എല്ലാ കാര്യങ്ങളും
ഈ ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദായ സദക്കത്തുൽ ഉസ്താദ് ഏൽപ്പിച്ചിരുന്നത് ഈ മഹാപണ്ഡിതൻ മൗലാന നജീബ് ഉസ്താദിനെയായിരുന്നെന്നും ഈ മഹാപണ്ഡിതന് ഇന്ന് തിളങ്ങി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്തെയാണ് ജനങ്ങൾ യൂട്യൂബിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകൾ രംഗത്ത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അന്ന് നടന്ന എന്താണെന്ന് വെച്ചാൽ ഇതേ ആൾ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുണ്ടല്ലോ, ഈ നിമിഷപ്രിയൻ്റെ കാര്യത്തിൽ AP ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ AP ഇടപെട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പം അതിന് മൂപ്പര ആകത്തുകയിലുള്ള മറുപടി അത് അദ്ദേഹത്തിനോട് ചോദിക്കണം എന്നാണ്. ഏത് വിഷയമാണ് എങ്ങനെയാണെന്ന് അങ്ങനെയാണ് വിവരമുള്ളവർ പറയാം. അത് ഒന്നായിട്ട് പിത്തനാക്കിയാണ്ട് അത് കാന്തപുരല്ല ചെയ്തത്, മൂപ്പര് ചെയ്തത് എന്താണ്, അത് ശരിയായില്ല എന്ന് പറയല്ല ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ വ്യാജമുടി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ വിഭാഗം പ്രചരിപ്പിക്കുന്ന ആ മുടിയെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്, അത് വ്യാജമുടിയാണെന്നോ ഒരു വിഭാഗം ആളുകൾ സുന്നത്തിയമായത്തിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞപ്പം അമ്മൂൻ്റെ മുടി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ് നജീബ് ഉസ്താദ്. അത് ഒരാളെ മുഖം നോക്കിയിട്ടല്ല, സ്ഥാനം പോകുന്ന നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ സ്ഥാനം കിട്ടണം നോക്കിയിട്ടല്ല. ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും ബഹുഭൂരിപക്ഷം സുന്നികളായ സമസ്ത മുഴുവനും അതെന്താണ് വ്യാജമുടിയാണ്, ജാലിയ വാലപ്പെടുന്ന എന്താണ് ബോംബെയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പം തിരുമുടി വിവാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രസംഗം വെച്ചിട്ട് എന്ത് ചെയ്തു, സുന്നത്ത് ജമാഅത്തിനെയാണ് തകർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അസിലില്ലാത്ത എത്രയോ മുടികളുണ്ട്, വലിയൊരുള്ള മുടിയുണ്ട്. ഇതിനൊക്കെ സനത് ചോദിക്കാൻ തിരിഞ്ഞാൽ അതിനൊരു ചരിത്രം വരെ മൂപ്പര് പറഞ്ഞ ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഒരു സയ്യിദത്ത് ഒരു സ്ത്രീ ഈ ഒരു കുട്ടീനെയായിട്ട് ചെല്ലുകയാണ് ഒരു വീട്ടിലേക്ക്. അങ്ങനെ ചെന്ന് ഒരാളോട് ഒരു കാതിനോട് എന്താക്കി അവിടുന്ന് അഭയം ചോദിച്ചു. അപ്പോൾ ഞാൻ സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ആളാണ്, അഭയം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചു. അതിന് സനതുണ്ടോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ അടുത്ത് എന്ത് സനതുള്ളത്, ഞാനിങ്ങനെ കുടുങ്ങി ഇങ്ങനെ പോന്ന് ഒറ്റപ്പെട്ടതാണ്. അങ്ങനെ ഒരു ജൂതൻ എന്ത് ചെയ്തു, ജൂതൻ്റെ അടുത്ത് എന്ത് പറഞ്ഞപ്പോൾ ജൂതൻ എന്ത് ചെയ്തു, അഭയം കൊടുത്തതും സെയ്ദ് കുടുംബത്തിന് ആണെന്ന് പറഞ്ഞപ്പോൾ സനതൊന്നും നോക്കാതെ അഭയം കൊടുത്ത്. അങ്ങനെ എന്താണ് ഈ കാലിക്ക് ഒരു സ്വപ്നം കാണിക്കപ്പെട്ടു, ഈ ആൾക്കും സ്വപ്നം കാണിക്കപ്പെട്ടു. എന്താ പറഞ്ഞത്, ഒരു സ്വർഗം അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് എന്താണ് ഈ സ്ത്രീക്ക് അഭയം കൊടുത്ത ആൾക്കുള്ള സ്വർഗമാണിത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്താക്കി കാണിച്ചു കൊടുക്കുകയും അത് ഒരു ജൂതന് ലഭിച്ചത് ഈ കാലി കാണുകയും ജൂതൻ സ്വപ്നം കണ്ടു ഈ അഭയം കൊടുത്തത് കൊണ്ട് നിങ്ങൾക്കുള്ള സ്ഥാനമാണെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, ഈ കാലി ജൂതൻ്റെ അടുത്ത് വന്നു. ഒരു ചരിത്രമായിട്ട് അതിന് ശരിക്കും ഓർക്കണില്ല, അതുകൊണ്ടാണ് തപ്പിത്തടിയണത്. നിങ്ങൾ രക്ഷപ്പെടുത്തണം, നിങ്ങൾ ആ സ്ത്രീനെ എനിക്ക് വിട്ടു തരണം എന്നാണ്. കാരണം എന്താണ്, ഇവിടെ ഏറ്റവും വലിയ ആൾക്കുള്ള ചോദ്യം എന്താണെന്ന് അറിയാം, ഇവിടെ ഈ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു വിധികർത്താവിനുള്ളതാണ്, നല്ല അറിവുള്ള ആൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ കാലി പറഞ്ഞു അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തന്നെയാണെന്നില്ല, അതിനെന്താ തെളിവ് ചോദിച്ചു, സനതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സനത് കൊടുക്കാറില്ലല്ലോ. അപ്പോൾ എന്താണ് ജനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാനാണ് വലിയ പത്രമല്ലേ ഉള്ളൂ. എന്നാൽ ഇന്ന ജൂതന് കൊടുത്തിട്ടുണ്ട്, ആ പെണ്ണിനോട് നിങ്ങളിങ്ങനെ സനത് ചോദിച്ചല്ലോ, അത് ജൂതനോട്. അങ്ങനെ ജൂതൻ്റെ അടുത്ത് ചെന്ന് കണ്ട് നിങ്ങൾക്ക് എത്ര പൈസ തരാമെന്ന് പറഞ്ഞപ്പം ജൂതൻ പറഞ്ഞെന്തോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചരിത്രം വരെ പറയുന്നുണ്ട്. അത് മാത്രമല്ല മൂപ്പര് അവിടെ വേറൊന്നും കൂടി വിശദീകരിക്കണം. അതൊക്കെ നമ്മൾ പുതിയ അറിവുകൾ അങ്ങനത്തെ തഹക്കീക്കുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കണം ഏത് മസലകളും എന്ന് വിചാരിച്ചാണ്ട് ഏപ്പിനെ കുറ്റം പറയണമെന്ന് ഞാൻ എൻ്റെ വീഡിയോകളിൽ ഈ നിമിഷപ്രിയൻ്റെ വിഷയത്തിലൊരു എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ നജീബ് ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളാണ്. ഞാൻ നജീബ് ഉസ്താദിൻ്റെ ആ സംഘത്തിനെ അംഗീകരിക്കുന്ന ആളും അതിൻ്റെ വക്താവുമാണ്, അതിനെ അംഗീകരിക്കുന്ന ആളുമാണ്. എന്നതുപോലെ ഞാൻ പറഞ്ഞല്ലോ EK സുന്നിനെ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ, അതിൻ്റെ ആളുമാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ കൂടാൻ പറ്റുമോ വെച്ചാൽ ഈ സമസ്ഥാനിൻ്റെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു മുമ്പേ. NK ഉസ്താദ് സമസ്തൻ്റെ മുഷാവറങ്ങായിരിക്കെ സമസ്ഥാനിൻ്റെ ആളുമായിരുന്നു. അവരാണ് നമ്മൾക്ക് മാതൃക. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിക്കണം, ഏപ്പിനെ ബഹുമാനിക്കണം, മറ്റുള്ളവർ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു പണ്ഡിതനോടൊരു മസല ചോദിച്ചപ്പം അത് മൂപ്പർ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്താണെന്ന് മൂപ്പരോട് ചോദിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ ഇടപെട്ടത് എന്താണ് മൂപ്പരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ദിയ നൽകിക്കാണ്ട് മറ്റുള്ളവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂപ്പരിറങ്ങിയല്ലോ. അത് മൂപ്പരിറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താ മൂപ്പരോട് ചോദിക്കുക എന്ന് എന്നോടല്ല ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാണ്ട് അതിനെന്താണ് ഹൈറ് പറഞ്ഞാലും ഷെറ് പറഞ്ഞാലും
സോഷ്യൽ മീഡിയയും മറ്റുള്ളവരും അത് ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥയാണുള്ളത് എന്ന് നജീബ് ഉസ്താദ് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളൊന്നുമല്ല. മനസ്സിലായി നമുക്ക്. ഇവിടെ ഈ നജീബ് ഉസ്താദിൻ്റെ അടുത്തുനിന്ന് പഠിച്ചത് കൊണ്ടാണ് AP ഒരു പണ്ഡിതനാണെന്ന് മൂപ്പര് ബഹുമാനിക്കണമെന്ന് ഞാനൊക്കെ പഠിച്ചത്. എന്നപോലെ ജിഫ്രി തങ്ങൾ പണ്ഡിതനാണെന്നും അദ്ദേഹത്തിന് ബഹുമാനിക്കണമെന്ന് ഞാൻ പഠിച്ചത് മൂപ്പരിൽ നിന്നാണ്. മൂപ്പര് പ്രസംഗം കേട്ടാൽ തന്നെ എല്ലാവർക്കും അതൊക്കെ മനസ്സിലാവും. അപ്പം ഇവിടെ എന്താണെന്ന് അറിയാം, മൂപ്പരെ ഈ ആനത്തെ ഹക്കീക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നൗസാദ് ഹസനി പോലത്തെവരുണ്ടല്ലോ, തെറി പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ. കുരുത്തക്കേടിൻ്റെ ഓരോ മാർഗങ്ങളിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ, ഇത്തരം ആലിമീങ്ങൾ അവർ ഒതുങ്ങിയ ഒരു പക്വമായ ഒരു രീതിയിൽ ഇവിടെ എന്താണ് പ്രബോധനം നടത്തുമ്പം അതിനൊക്കെ വിമർശിച്ചിട്ട് നിങ്ങൾ ഇവിടെ കുളം തോണ്ടുന്നത് നിങ്ങളുടെ ഉസ്താദ് ഉസ്താദിൻ്റെ ഉസ്താദിനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എന്താണ് ഇവിടെ എന്താ പറയുക, ബാത്തിലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളല്ല അവരൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സത്യമായി മനസ്സിലാക്കാനും ഇവിടെ ഈ ഇന്ത്യ രാജ്യം പോലത്തെ രാജ്യത്ത് നടക്കുന്ന മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട് യുക്തിവാദികളും എന്നതുപോലെ തന്നെ വർഗീയവാദികളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് മുസ്ലിം ഉമ്മത്തിനൊന്നായിട്ട് ഇസ്സത്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ AP ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടെന്നാണ് അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അദ്ദേഹം ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കോടതിയോടല്ല റെക്കമെൻഡ് ചെയ്യണം. അദ്ദേഹത്തിന് സ്വാധീനമുള്ള എല്ലാ സ്ഥലത്തും സ്വാധീനമുള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നത് യുക്തിവാദികളും വർഗീയവാദികളുമാണ്. അല്ലാതെ ഇവിടെ ഈ ദീനീ കാര്യങ്ങൾ നോക്കി നടക്കുന്ന തഹ്ക്കീക്കുള്ള പണ്ഡിതന്മാർ അവരെ കർത്തവ്യം നിർവഹിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചവർ ഇത്തരം ആളുകളുടെ പ്രസംഗങ്ങൾ അവർക്ക് ആളാകാൻ വേണ്ടി പറഞ്ഞതാണെന്നും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്തുക.